നമസ്കാരം. ഞാൻ ഇന്ന് ജിയോജിബ്ര എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ക്രീനാണ് ഓപ്പൺ ആവുന്നത്. ഇത് നമുക്കൊരു XY ആക്സിസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഓരോ കോർഡിനേറ്റ്സും അതുപോലെ ഷേപ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് രണ്ട് പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പോയിൻറ്റിൻ്റെ ഐക്കണെ ക്ലിക്ക് ചെയ്തു. അവിടുന്ന് പോയിൻറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ കോർഡിനേറ്റ്സിൽ എവിടെയെങ്കിലും പ്രസ് ചെയ്തു. ഒരു പോയിൻ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അടുത്ത രണ്ട് പോയിൻറ്റ്സ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനത് വീണ്ടും എൻ്റെ ഈ ഒരു പോയിൻറ്റിങ് മൗസ് പോയിൻ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി എനിക്ക് പ്രോഗ്രാംസ് ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് കൊടുക്കാൻ സാധിക്കും ഈ AB രണ്ട് കോർഡിനേറ്റ്സ് വെച്ച്. ആദ്യമായിട്ട് ഞാനൊരു സർക്കിൾ വരച്ച് നോക്കാം. CIRCLE സർക്കിൾ എന്ന് എഴുതുമ്പോൾ തന്നെ ഇവിടെ അത് എങ്ങനെ സർക്കിളിന് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. പോയിൻറ്റും ഉണ്ട്, റേഡിയസും ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ പോയിൻ്റ് എന്നുള്ളിടത്ത് നേരത്തെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിൻറ്റിൻ്റെ പേര് A എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ആരോ കീ ചേഞ്ച് ചെയ്തപ്പം ആ റേഡിയസ് നമ്പർ ഫുള്ള് സെലക്റ്റായി. ഇനി എനിക്ക് എത്ര റേഡിയസ് ഉള്ള സർക്കിളാണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ 5 കൊടുത്തു. അപ്പോൾ 5 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഇപ്പം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് 5 വേണ്ട. 5 ചേഞ്ച് ചെയ്യണമെങ്കിൽ 5 ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ 2 അടിച്ചു. അപ്പോഴും വേറൊരു സർക്കിൾ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ സർക്കിൾ വരയ്ക്കാൻ സാധിക്കും. ഇനി സർക്കിളിൻ്റെ ഇക്വേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. x-4 ഹോൾ സ്ക്വയർ പ്ലസ് y-5 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4. അതിൽ 4ഉം 5ഉം എക്സിൻ്റെ അല്ലെങ്കിൽ സർക്കിളിൻ്റെ മധ്യബിന്ദുവിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. ഇനി നമുക്കൊരു പോളിഗൺ വരയ്ക്കാം. പോളിഗണിന് ലിസ്റ്റ് ഓഫ് പോയിൻറ്റ്സ് എത്ര പോയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റ്സുകളെല്ലാം യോജിപ്പിച്ചാണ് പോളിഗൺസ് വരയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് 2 പോയിൻറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ AB 2 പോയിൻറ്റ്സുകൾ തമ്മിൽ ചേർന്നുള്ള പോളിഗൺ എന്ന് പറയുന്നത് ലൈനാണ്. ഇനി എനിക്ക് 3 പോയിൻറ്റ്സ് വേണം. ഒരു പോയിൻ്റ് കൂടെ എനിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് ഇങ്ങനെ കൊടുത്താൽ മതി. 2, 3 എക്സ് ആക്സിസ് 2ഉം Y ആക്സിസ് 3ഉം ഉള്ള ഒരു പോയിൻറ്റും കൂടെ ഞാൻ വേണമെങ്കിൽ കൊടുത്തു. ഇങ്ങനെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് പോളിഗണ്ണും ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കും. ഇനി ഈ പോയിൻറ്റിനെ എനിക്ക് എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും ചേഞ്ച് ചെയ്യാനും സാധിക്കും. ഇനി നമ്മളുടെ അരിത്തമെറ്റിക് സീക്വൻസ് ഇതിലൊന്ന് ചെയ്ത് നോക്കാം. സീക്വൻസ് എന്ന് പറയുന്ന ഒരു കമാൻഡാണ് നമ്മൾ സീക്വൻസുകൾ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് സീക്വൻസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ട് വാല്യൂ എൻഡ് വാല്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് വാല്യൂ 1ഉം എൻഡ് വാല്യൂ 10ഉം വരുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടോ സീക്വൻസ് ജനറേറ്റായി. 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞുണ്ട്. ഇനി 10 കഴിഞ്ഞിട്ട് ഒരു നമ്പരൂടെ നമ്മൾ കൊടുക്കുന്നത് നമ്മളുടെ കോമൺ ഡിഫറൻസ് ആണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ എഴുതി. നമ്മൾക്ക് ആദ്യത്തേത് 1, 3, 5, 7 എന്നിരിക്കട്ടെ. അപ്പോൾ 1 ഞാൻ കൊടുത്തു. ലാസ്റ്റ് ടേം 15. എനിക്കറിയത്തില്ല അത് ലാസ്റ്റ് ടൈം വരുമോ ഇല്ലയോ എന്ന്. ഞാൻ 15 കൊടുത്തു. ഇനി നമ്മളുടെ കോമൺ ഡിഫറൻസ് 1, 3, 5, 7 എന്ന് പറഞ്ഞാൽ 2 വീതം പോകണം. അപ്പോൾ 2 വെച്ച് വന്നു. കണ്ടോ? 1, 3, 5, 7, 9, 11, 13, 15. ഇനിയും ഈ ഒരു സീക്വൻസിൽ ഇല്ലാത്തൊരു നമ്പർ 16 ഞാൻ എഴുതുക. ആ സമയത്തും 16 വരെയുള്ള ലിമിറ്റിലുള്ള നമ്പേഴ്സ് നമുക്കിവിടെ എഴുതും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എത്ര വേണോ അതാണ് ഈ ലാസ്റ്റിൽ എഴുതുന്നത്. അതുപോലെ ഫസ്റ്റ് ടൈമാണ് ഒന്നാമത് കൊടുക്കുന്നത്. ഞാനിപ്പം 5 കൊടുത്തു, 100 കൊടുത്തു. കോമൺ ഡിഫറൻസ് 5 കൊടുക്കുകയാണെങ്കിൽ 5, 10, 15, 20 അങ്ങനെ 100 വരെ സംഖ്യകൾ കിട്ടും. ഇനി ഞാനൊരു പോളിഗൺ വരയ്ക്കാൻ പോവുകയാണ്. പോളിഗൺ ആദ്യത്തെ പോയിൻ്റ് A, രണ്ടാമത്തെ പോയിൻ്റ് B, നമ്പർ ഓഫ് വെർട്ടീസസ് എത്ര സൈഡ്സ് വേണം, കുറഞ്ഞത് 3 സൈഡ്സ് കൊടുക്കുമ്പം ട്രയാങ്കിൾ വന്നു. അപ്പോൾ ഈ ഒരു പോളിഗണിൻ്റെ ഒരു സൈഡാണ് ഈ എയും ബിയും പോയിൻറ്റ്സുകൾ സൂചിപ്പിക്കുന്നത്.
ഇപ്പോൾ എയും ബിയും കോർഡിനേറ്റ്സ് നമ്മൾ എവിടെയൊക്കെയാണോ കൊടുത്തിരിക്കുന്നത് അത് തമ്മിലുള്ള ലൈനാണ് ഈ പോളിഗണിൻ്റെ ഒരു സൈഡ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ ലെങ്ത് അനുസരിച്ചായിരിക്കും ഈ പോളിഗൺ മൊത്തത്തിൽ അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി 3 പകരം ഞാൻ 4 കൊടുത്തു കഴിഞ്ഞാൽ ചതുരം വരും. ഇനി നമുക്ക് ഈ പോളിഗണിൻ്റെ ഇക്വേഷൻ സീക്വൻസിനകത്തുള്ളൊന്ന് കൊടുത്തു നോക്കാം. സീക്വൻസിനകത്ത് ഞാൻ പോളിഗൺ വരയ്ക്കാൻ പോവാം. പോളിഗണിൻ്റെ 2 പോയിൻറ്റ്സ് എ, ബി. 2 പോയിൻറ്റ്സുകൾ സെറ്റായി. ഇനി എത്ര വെർട്ടീസസ് കൊടുക്കണം എന്നാണ് ചോദിക്കുന്നത്. ഞാനിതിന് ഇപ്പോൾ കറക്റ്റ് വാല്യൂ കൊടുക്കുന്നില്ല. എനിക്ക് ഈ വെർട്ടീസസ് അല്ലെങ്കിൽ സൈഡ്സ് വേരി ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ n എന്ന് കൊടുത്തു. ഇനി സീക്വൻസിനകത്തിലായതുകൊണ്ട് ഏത് സംഖ്യയാണ് വേരി ചെയ്യേണ്ടത് അതിനെ ഇവിടെ കോമയിട്ട് n എന്ന് കൊടുക്കണം സീക്വൻസിനകത്തിൽ. എന്നിട്ട് ആ വേരിയേഷൻ ലിമിറ്റാണ് കൊടുക്കേണ്ടത്. ഞാനിപ്പം സൈഡ്സ് 3 സൈഡ്സ് മുതലാണെങ്കിലേ പോളിഗൺ കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പം ഞാനിവിടെ 3 കൊടുത്തു. 3 മുതൽ 10 വരെയുള്ള ലിമിറ്റ് ചേഞ്ച് ആവണം. ഇപ്പോൾ കണ്ടോ പിക്ചർ ചേഞ്ച് ആയത് കണ്ടോ? ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സീക്വൻസ് പോളിഗൺ ABN310, അതായത് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും 2 പോയിന്റുകൾ ചേർത്ത് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈനായിരിക്കും നമ്മളുടെ എല്ലാ പോളിഗണിൻ്റെയും ഒരു സൈഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ആദ്യം എന്നിൻ്റെ വാല്യൂ 3 മുതൽ 10 വരെ വേരി ചെയ്തുകൊണ്ടിരിക്കണം. എന്നിൻ്റെ വാല്യൂ 3 വരുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ കിട്ടും. എന്നിൻ്റെ വാല്യൂ 4 വരുമ്പോൾ നമുക്ക് സ്ക്വയർ കിട്ടും. ഈക്വലായിട്ട് എല്ലാ സൈഡ്സും ഈക്വലായിരിക്കും. അതുപോലെ പെൻറ്റഗണ്, ഹെക്സഗണ് അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. നമ്മളുടെ പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. 2 കൊടുത്താലും വർക്കാവത്തില്ല, കാരണം ലൈനേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. 3 മാറ്റി ഞാൻ 4 കൊടുത്തു. 4 കൊടുക്കുന്ന സമയത്ത് കണ്ടോ അവിടുത്തെ ട്രയാങ്കിൾ ചേഞ്ചായി. കാരണം ഇവിടെ എന്നിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 4 മുതൽ 10 വരെ വേരി ചെയ്യത്തുള്ളൂ. അപ്പം 3 സൈഡ്സ് വരത്തില്ല. 4 സൈഡുള്ള ഷേപ്പ് മുതൽ 10 സൈഡുള്ള ഷേപ്പ് വരെ ഇവിടെ കാണത്തുള്ളൂ. ഇനി നമുക്കിത് സീക്വൻഷ്യലായിട്ട് അല്ലെങ്കിൽ ഒന്ന് വളരെ ഒരു പതുക്കെ വേരി ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം നമുക്കൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. അതിന് ഈ സ്ലൈഡർ ബട്ടൺ A=2 ക്ലിക്ക് ചെയ്തിട്ട് സ്ലൈഡർ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പ്രസ് ചെയ്തു. സ്ലൈഡറിൻ്റെ നെയിം നമുക്ക് M എന്ന് കൊടുക്കാം. എമ്മിൻ്റെ മിനിമം വാല്യൂ 1, മാക്സിമം വാല്യൂ 10, ഇൻക്രിമെൻറ്റ് 1. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്പറാണ് ചേഞ്ച് ആവേണ്ടത്. ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമുക്കൊരു സ്ലൈഡർ ഇവിടെ ഡെവലപ്പായിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ലൈഡർ കാണാൻ സാധിക്കും. ഈ പോയിൻ്റർ നോർമലാക്കുക. ഇനി ഇവിടെ സ്പീഡ് കൂട്ടാൻ പറ്റും. സ്ലൈഡർ കണ്ടോ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക എമ്മിൻ്റെ വാല്യൂസ്. ഇപ്പോൾ എന്നിന് നമ്മൾ ഇപ്പോൾ ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിൽ എന്നിന് 1, 2, 3 എന്ന് വാല്യൂ കൊടുക്കുന്നതിന് വരെ ഇവിടെ M എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പോളിഗണിനകത്തിലെ 2 വാല്യൂസ് A, B, N. ഇവിടെ M ഞാൻ കൊടുക്കുന്നു. എമ്മിൻ്റെ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഓരോന്നും മാറുന്നതനുസരിച്ച് കണ്ടോ ചേഞ്ച് ആവുന്നുണ്ടോ? ഇനി നമുക്ക് ഒന്നിച്ചൊന്ന് വരച്ച് നോക്കാം. ടെക്സ്റ്റിനകത്തിലെ ആ ഒരു എക്സ്പ്രഷൻ തന്നെ നമുക്ക് കൊടുക്കാം. ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത് സീക്വൻസ് പോളിഗണിനകത്തിൽ 2 പോയിൻറ്റ്സ് A, B എന്ന് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ വെർട്ടീസസ് N എന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏത് പോയിൻ്റാണ് ഏത് വാല്യൂ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്, N ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതിൻ്റെ സ്റ്റാർട്ടിങ് വാല്യൂ 3ഉം അവസാനത്തെ വാല്യൂ M നമുക്ക് കൊടുത്തു നോക്കാം. ഇപ്പം എങ്ങനെ ചേഞ്ച് ആകുമെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മളിവിടെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ചേഞ്ച് ആവുന്നത് കണ്ടോ? ഒന്നും മാഞ്ഞു പോകത്തില്ല. സീക്വൻഷ്യലായിട്ടുള്ള വാല്യൂസ് എല്ലാം ഒന്നിച്ച് വരുന്നുണ്ട്. എമ്മിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് എല്ലാ രൂപങ്ങളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ജിയോജിബ്ര വെച്ച് നമ്മളുടെ ഏത് സീക്വൻസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും, കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് n സ്ക്വയർ, ഇവിടെ എന്നിൻ്റെ വാല്യൂ n സ്ക്വയർ ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ആ പവറിൻ്റെ ബട്ടണെ ഞെക്കുമ്പോൾ തന്നെ, അതായത് ഷിഫ്റ്റ് പ്ലസ് കീബോർഡിലെ 6 ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ പവറിലോട്ട് പോയി. ഇനി 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ n സ്ക്വയർ ആയി. ഇവിടെ പ്രസ് ചെയ്തിട്ട് ഒന്ന് എൻ്റർ അടിക്കണം. ഇനി ഒന്ന് നോക്കാം. ഇനി ഇവിടെ പ്ലേ ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെയധികം കൂടുന്നുണ്ട് എന്നിൻ്റെ വാല്യൂ. അതുകൊണ്ടാണ് വലിയ വലിയ ഷേപ്പുകൾ മാറുന്നത്. നമുക്കിവിടെ മൗസ് സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ഇത് സൂം ഇന്നും സൂം ഔട്ടും ചെയ്തുകൊണ്ടിരിക്കും. ഉണ്ടോ? ഇനി നമുക്ക് ഈ പോളിഗൺ മാറ്റിയിട്ട് സർക്കിൾ ഒന്ന് കൊടുത്തു നോക്കാം. സീക്വൻസ് സർക്കിളിന് എന്തൊക്കെ വാല്യൂസ് ആണുള്ളത്? ഒരു പോയിൻ്റ് ഉണ്ട്. പോയിൻ്റ് നമുക്ക് ഒരു പോയിൻ്റ് കൊടുക്കാം, എ എന്ന് പറയുന്ന പോയിൻ്റ് കൊടുക്കാം. പിന്നെ റേഡിയസ് ഉണ്ട്. റേഡിയസ് വേരി ചെയ്യട്ടെ, എം എന്നും കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മളുടെ സർക്കിളിൻ്റെ റേഡിയസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ എ എന്ന് പറയുന്ന പോയിൻറ്റിനെ ഇച്ചിരി കൂടി ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ സർക്കിൾ A, M, M, 3, 10 സർക്കിളാണ്. സർക്കിളിൻ്റെ മധ്യബിന്ദു എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിൻ്റാണ്. അതുപോലെ അതിൻ്റെ റേഡിയസ് എമ്മുമാണ്. ഇനിയും എമ്മിൻ്റെ വാല്യൂ 3 മുതൽ 10 വരെ വേരി ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി ഞാനിവിടെ എമ്മിന് പകരം വേറൊരു ലെറ്റർ കൊടുത്തു, N എന്ന് കൊടുത്തു. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും 3യുടെയും 10ൻ്റെയും ഇടയ്ക്ക്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഫിഗർ തന്നെ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ വേരിയേഷൻ 3 മുതൽ എനിക്ക് M വരെയാണ് വേരി ചെയ്യേണ്ടത്. M എന്ന് പറയുന്ന ഒരു സ്ലൈഡറാണെന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ടോ ചേഞ്ച് ആവുന്നത്? അപ്പം നമുക്ക് ഏത് ഫിഗറിനെ വേണമെന്നുണ്ടെങ്കിലും ഏതൊരു ഗ്രാഫിക്സ് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയറിൽ നിർമ്മിക്കാൻ പറ്റും. കോർഡിനേറ്റ്സും അതുപോലെ വാല്യൂസും സീക്വൻഷ്യലായിട്ട്, അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിൽ ഏത് സീക്വൻസിലും ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും ഈ ജിയോജിബ്രയിൽ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ജിയോജിബ്ര സോഫ്റ്റ്വെയർ നമുക്ക് ഗൂഗിളിൽ നിന്നും ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്.